എല്ലാവർക്കും നമസ്കാരം. മോർണിംഗ്. ഇന്ന് യഥാർത്ഥ ധനികരുടെ ഒരു പ്രായോഗിക തിയറിയാണ് പങ്കുവയ്ക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കുക. കാരണം ബാക്കിയുള്ള ജീവിതം മുഴുവൻ അവിടെയാണ്, അതായത് ഭാവിയിലാണ്. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കുക. ബാക്കിയുള്ള ജീവിതം മുഴുവൻ ഭാവിയിലാണ്. യു ബെറ്റർ പേ അറ്റൻഷൻ ടു യുവർ ഫ്യൂച്ചർ ബിക്കോസ് യു ആർ ഗോയിങ് ടു സ്പെൻഡ് റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ദെയർ. ഇത് പ്രസൻറ്റ് മൊമെൻറ്റ് ലിവിങ് എന്നൊക്കെ കേട്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം നല്ലത് തന്നെ, പ്രസൻറ്റ് മൊമെൻറ്റ് ലിവിങ് ഒക്കെ നല്ലത് തന്നെ. പക്ഷേ ഭാവിയെക്കുറിച്ച് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഭാവിയിൽ നമ്മുടെ കൈവശം ഇന്ന് ശതകോടികളില്ല എങ്കിൽ അത് ഇന്ന് അല്ല, അത് ഭാവിയിലാണ് ലഭിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം പ്രസൻറ്റ് മൊമെൻറ്റ് ലിവിങ് എന്നെന്തെല്ലാം ചിന്തിച്ചാലും ഭാവിയിൽ വൻതോതിൽ, അത് അടുത്ത മാസമാകാം, അടുത്ത വർഷമാകാം, 10 വർഷത്തിന് ശേഷമാകാം. ഇപ്പം റബ്ബർ നട്ടുവയ്ക്കുന്നവർ 8 വർഷത്തിന് ശേഷം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഭാവിയെ പ്ലാൻ ചെയ്യുകയാണ്, ഭാവിയിൽ ശ്രദ്ധിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. എപ്പോഴും യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുക, സ്വന്തം യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കുക. കാരണം മനുഷ്യൻ എളുപ്പം മാറാൻ തയ്യാറാകുന്ന ജീവിയല്ല. രൂഢമൂലമായ കാര്യങ്ങൾ മാറ്റാൻ മനുഷ്യൻ്റെ മനസ്സത്ര എളുപ്പം അനുവദിക്കില്ല. അതിൽ നമ്മൾ പിടിവാശികളും അതിനെ ന്യായീകരിക്കലുകളും അല്ലെങ്കിൽ ആ മാറാൻ തയ്യാറാകാത്ത ഒഴിവ് കഴിവുകളും കണ്ടെത്തുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവർക്കും കഴിയും. ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ കഴിയും. പ്രത്യേകിച്ച് ഭൗതിക സമ്പത്തിൻ്റെ കാര്യത്തിൽ, ഭൗതിക സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ ഭാവിയിലാണ് നമുക്കത് ലഭിക്കുക. ഇപ്പം ഒരു ശതകോടീശ്വരന് അത് ഡബിൾ ആക്കണമെങ്കിൽ, 10x ആക്കണമെങ്കിൽ അത് ഇന്ന് തന്നെയല്ല ലഭിക്കുക. അതൊരു യാഥാർത്ഥ്യമാണ്, യഥാർത്ഥ ധനികരുടെ യാഥാർത്ഥ്യമാണ്. അവർക്കറിയാം, ഞാനത് നേടാൻ പോകുന്നു. ഈ വർഷം 40,000 കോടിയാണെങ്കിൽ അടുത്ത വർഷം അത് 80,000 കോടിയാക്കണം. അടുത്ത വർഷമാണ് ലഭിക്കുക. അതാണ് പ്രായോഗിക സത്യം. യഥാർത്ഥ ധനികരുടെ കാര്യങ്ങളാണ് പറയുന്നത്. അത് സ്വന്തം യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കുക. നമ്മുടെ എല്ലാ മുൻവിധികളും മുട്ടായുക്തികളും ദുർവാശികളും വെടിഞ്ഞ് സത്യസന്ധമായി സ്വയം ചിന്തിക്കുക. അവനവനോട് സത്യസന്ധതയുണ്ടായിരിക്കുക. മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. എല്ലാവർക്കും കഴിയും. ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. അവിടെ ശ്രദ്ധിക്കേണ്ടത്, വിജയിക്കണമെങ്കിൽ വിജയികളെ മാതൃകയാക്കുക. ഇവിടെ ആ യഥാർത്ഥ ധനികരുടെ തോട്ട് പ്രോസസ്സിനെ കുറിച്ച്, ചിന്തകളെക്കുറിച്ച് പറയുമ്പോഴാണ് ആ യഥാർത്ഥ ധനികരല്ലാത്തവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വരിക. ജസ്റ്റ് സിംപ്ലി പറഞ്ഞാൽ കാശേ എന്നുള്ള ചിന്തയും ആ യഥാർത്ഥ ധനികരല്ലാത്ത, ആ 10% ഗണത്തിലല്ലാത്ത ആ 90% ആ ധനികരല്ലാത്ത മനുഷ്യർക്ക് അതൊക്കെ എന്തൊരു ചിന്തയായി, ഏതു നേരത്തെയും ചിന്ത കാശിനെക്കുറിച്ചെന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവറല്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ അതിസമ്പന്നരുടെ ചിന്ത അങ്ങനെയാണ് എന്നതുപോലെ ആ സമ്പന്നനാകണമെങ്കിൽ സമ്പന്നരെയാണ് മാതൃകയാക്കേണ്ടത്. ഇഫ് യു വാണ്ട് ടു ബിക്കം റിച്ച്, ബിഹേവ് ലൈക്ക് റിച്ച്. ധനികനാകണമെങ്കിൽ ധനികനെ പോലെ പെരുമാറുക. വിജയിക്കണമെങ്കിൽ വിജയികളെ മാതൃകയാക്കുക. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ എല്ലാ അതിസമ്പന്നരും അവരുടെ ഇന്നത്തെ പ്രവൃത്തികൾ, ഈ ആഴ്ചകളിലെ പ്ലാനിങ്ങുകളൊക്കെ ഭാവിയിൽ അതിസമ്പത്ത് നേടുന്നതിന് വേണ്ടിയുള്ളതായിരിക്കും. ശ്രദ്ധിക്കുക, സത്യമാണോ ശരിയാണോ, പ്രായോഗിക ലോകത്തെ യഥാർത്ഥ ധനികരുടെ കാര്യമാണോ എന്ന് സ്വന്തം മനസാക്ഷിയെ തൊട്ട് സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ചിന്തിക്കുക. എല്ലാവർക്കും കഴിയും. ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും നിങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തിനും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ എത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. യു ബെറ്റർ പേ അറ്റൻഷൻ ടു യുവർ ഫ്യൂച്ചർ ബിക്കോസ് യു ആർ ഗോയിങ് ടു സ്പെൻഡ് റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ദെയർ. ഭാവിയെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കുക. കാരണം ബാക്കിയുള്ള ജീവിതം മുഴുവൻ ഭാവിയിലാണ്. ശരിയല്ലേ എന്ന് ചിന്തിക്കുക.